ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനൽ പോരാട്ടം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ശിവൻ ദുബെയും ഒപ്പം തിലക് വർമ്മയും ക്രീസിലുണ്ട്. തിലക് വർമ്മ വീണ്ടും സ്ട്രൈക്കിലേക്ക് എത്തുകയാണ്. അതായത് ഒരു റൺ കൂടെ നേടാൻ കഴിഞ്ഞാൽ തിലക് വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി നേടാൻ കഴിയും. ഈ മത്സരത്തിൽ ഏഷ്യ കപ്പിലെ ഫൈനൽ പോരാട്ടത്തിൽ അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്താൻ പോവുകയാണ് ഇതാ തിലക് വർമ്മ. 40 പന്തിൽ വളരെ കൃത്യമായി, വളരെ ആസൂത്രിതമായി, ക്ഷമയോടെ മറ്റ് ബാറ്റർമാർ പ്രകടിപ്പിക്കാത്ത ഒരു ക്ഷമ മാത്രമല്ല, മറ്റ് ബാറ്റർമാർ പ്രകടിപ്പിക്കാത്ത കൗശലം ഈ മത്സരത്തിൽ തിലക് വർമ്മ പ്രകടമാക്കി എന്നുള്ളതാണ്. 49 റൺസുമായി തിലക് വർമ്മ ഇതാ ക്രീസിൽ. തിലക് വർമ്മ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കി ഏഷ്യ കപ്പ് ഫൈനലിൽ. യെസ്, തിലക് വർമ്മയുടെ അർദ്ധ സെഞ്ചുറിയുടെ ഇനി തിലക് വർമ്മയും കൂടുതൽ ഷോട്ടുകൾ തീർക്കാൻ തയ്യാറായേക്കും എന്ന് കരുതാം. തിലക് വർമ്മയുടെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം മത്സരത്തിൽ ഇപ്പോൾ 16 ഓവർ പൂർത്തിയായി. 4 ഓവറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 4 ഓവറുകൾ മാത്രം അവശേഷിക്കെ ഇന്ത്യക്ക് വിജയലക്ഷ്യം കയ്യിൽ എത്തിപ്പിടിക്കാൻ കഴിയുന്ന അത്രയും ദൂരത്താണ് എന്നുകൂടി പറയാതെ വയ്യ. ഉറപ്പായും ഇന്ത്യക്ക് ഈ മത്സരം ജയം സ്വന്തമാക്കാം. 36 റൺസ് മാത്രം മതി 24 പന്തിൽ. അതായത് 4 ഓവറിൽ 36 റൺസ് മാത്രമാണ് ഇന്ത്യയുടെ വിജയലക്ഷ്യം. 9 റൺസ് സ്വാഭാവികമായും 9 റൺസാണ് ഒരു ഓവറിൽ വേണ്ട റിക്വയർഡ് റൺ റേറ്റ്. അതിലേക്ക് ഇന്ത്യ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ടീമിൻ്റെ ഈ പ്രകടനം ഒരുപക്ഷെ ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ ഒരു അജയ്യമായിട്ടുള്ള യാത്ര അത് ഫൈനലിലും തുടരുമെന്ന് കരുതാം. കഴിഞ്ഞ 2 ഏഷ്യ കപ്പിലും ഇന്ത്യ തോറ്റിട്ടില്ല. ഇത് 3ാമത്തെ ഏഷ്യ കപ്പാണ്. ഈ ഏഷ്യ കപ്പിലും ഇന്ത്യക്ക് ജയത്തിൻ്റെ അവകാശം തുടരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുഴുവൻ ക്രിക്കറ്റ് ആരാധകരും. പാകിസ്ഥാൻ്റെ തുടക്കം അത് ഗംഭീരമായിരുന്നു. പാകിസ്ഥാൻ്റെ ബൗളിംഗ് തുടക്കവും അതിലേറെ ഗംഭീരമായിരുന്നു. ഇന്ത്യയെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കുന്ന മട്ടിലായിരുന്നു പാകിസ്ഥാൻ ബാറ്റർമാർ ഇന്ന് ടോസ് നഷ്ടമായ ശേഷം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. പാകിസ്ഥാൻ ബാറ്റർമാരുടെ ബാറ്റിംഗ് പ്രകടനം, പ്രത്യേകിച്ചും ഷബ്സിറ ഫർഹാനും ഫഖർ സമാനും ചേർന്ന 1ാം വിക്കറ്റ് കൂട്ടുകെട്ട്, ആദ്യ 10 ഓവറിൽ 84 റൺസാണ് അടിച്ചെടുത്തത് പാകിസ്ഥാൻ്റെ ഈ 2 ബാറ്റർമാർ ചേർന്ന്. പവർ പ്ലേയിൽ ഉശിരോടെ കളിച്ചു പാകിസ്ഥാൻ. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ സ്പിന്നർമാർ കാര്യങ്ങൾ ഏറ്റെടുത്തു. അവിടെ കുൽദീപ് യാദവ് നേതൃത്വം നൽകി, അക്സർ പട്ടേൽ, ഒപ്പം വരുൺ ചക്രവർത്തി. സോണി ചെറുത്തൂർ ഒരിക്കൽ കൂടി ചേരും. സോണി, നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ ഇത്രയും അനുകൂലമായിരുന്നില്ല കാര്യങ്ങൾ. പക്ഷേ സഞ്ജു പുറത്തായി. സഞ്ജുവിൻ്റെ വിക്കറ്റ് നഷ്ടമായെങ്കിൽ പോലും ഇപ്പോൾ ഈ മത്സരം എങ്ങോട്ടാണ് സോണി പോകുന്നത്? അല്ല, നമുക്ക് ഈ സമയത്ത് ഇത് ഇന്ത്യയുടെ മത്സരമാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. കാരണം 24 പന്തിൽ 36 റൺസ് ആൻഡ് 6 വിക്കറ്റുകൾ കൈവശം നിൽക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം 4 ഓവറിൽ 36 റൺസ് എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ക്രിക്കറ്റാണ്, നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു സഞ്ജുവും തിലകും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് ഒരുപക്ഷെ ഈ മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. 57 റൺസ് കൂട്ടിയിട്ട് നിർണായകമായിരുന്നു എന്നുള്ള സംശയമില്ല. പക്ഷേ സഞ്ജുവിന് ഒരു അവസരം കിട്ടി. പക്ഷേ സഞ്ജു വീണ്ടും ആ അവസരം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാതെ പോകുന്നത് എന്നാലും കഷ്ടമാണ്. എന്നാലും ഈ തിലക് വർമ്മ ഇപ്പോൾ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. നിലവിൽ ശിവൻ ദുബെ മനോഹരമായി തിലക് വർമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല റിങ്കു സിംഗും അക്സർ പട്ടേലും വരാനുണ്ട്. ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ സോണി? അല്ല, നമുക്കറിയാം വിക്കറ്റ് അത്ര തന്നെ എളുപ്പമുള്ളത് വിക്കറ്റ് ഓഫ് ദി വിക്കറ്റ് അല്പം സ്ലോ ആയിട്ടാണ് വരുന്നത്. വിക്കറ്റിന് പേസ് എടുക്കുന്ന സമയത്ത് സ്ട്രോക്ക് മേക്കിംഗ് എളുപ്പമല്ല. നമുക്കറിയാം 4 ഓവറേ കളി ബാക്കിയുള്ളതെങ്കിൽ പോലും ഏത് സമയത്തും എങ്ങോട്ട് വേണമെങ്കിലും മാറാം. 1-2 ബൗണ്ടറികൾ കൂടി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ശിവൻ ദുബെയ്ക്ക് 1-2 ബൗണ്ടറികൾ കൂടി നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ മത്സരം കുറച്ചുകൂടി നമുക്ക് അനുകൂലമായിട്ട് വന്നേക്കും. അവസാന പന്ത് വരെ അല്ലെങ്കിൽ അവസാനം ജയിക്കുന്ന നിമിഷം വരെ എപ്പോഴും ആവേശകരമായി തന്നെ പലപ്പോഴും ഈ മത്സരങ്ങൾ തുടരാറുണ്ട്, പ്രത്യേകിച്ച് ഫൈനൽ മത്സരങ്ങൾ. ആവേശകരമായ ഫൈനൽ മത്സരമായി തന്നെ കണക്കാക്കുന്നു. ഈ ദുബായിലെ ട്രാക്ക് മത്സരം കഴിയുന്തോറും കൂടുതൽ പുരോഗമിക്കും തോറും ബാറ്റ് ചെയ്യാൻ അനായാസമാകുകയല്ലേ പതിവ് സോണി? അല്ല, അത് പലപ്പോഴും ഈ ഡ്യൂവിന്റെ ഒരു സാന്നിധ്യം വരുമ്പോഴും അല്ലെങ്കിൽ ബാറ്റിലേക്ക് കുറച്ചുകൂടി വിക്കറ്റിൽ നിന്ന് ബോൾ നനയുമ്പോഴും അല്ലെങ്കിൽ ഡ്യൂയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴൊക്കെ ബോൾ കുറച്ചുകൂടി നന്നായിട്ട് വരാറുണ്ട്. പക്ഷെ ഈ മത്സരത്തിൽ ഉടനീളം നമുക്കറിയാം ഇന്ത്യൻ സ്പിന്നർമാരും പിന്നീട് പാകിസ്ഥാൻ ഫാസ്റ്റ് ബോളർമാരും അവരുടെ ബോളേഴ്സ് എല്ലാവരും തന്നെ വിക്കറ്റിൽ നിന്ന് ബോളിന്റെ പേസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. നല്ല വേഗത കണ്ടെത്തിക്കൊണ്ടാണ് സ്പിന്നേഴ്സും പന്തെറിഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ, പ്രത്യേകിച്ച് ആ തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ആ ഒരു ആവേശത്തോടുകൂടി തന്നെയാണ് പാകിസ്ഥാൻ ബോളേഴ്സ് വന്നത്. പക്ഷെ ആ ഒരു കൂട്ടുകെട്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ ഒരു നല്ല പൊസിഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയും അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ മിഡിൽ ഓർഡറിന്റെ മേലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം.
ഇന്ത്യൻ മിഡിൽ ഓർഡറിന്റെ ഉത്തരവാദിത്വം അതിനാണ് സോണി സൂചിപ്പിച്ചതുപോലെ ആ ഉത്തരവാദിത്വം ഭംഗിയെ നിറവേറ്റുന്നുണ്ട് ഇവിടെ തിലക് വർമ്മ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിലക് വർമ്മ, ശിവൻ ദുബെ രണ്ടുപേരും ചേർന്ന് ഇന്ത്യയെ മെല്ലെ മെല്ലെ ആ റെക്കോർഡ് റൺ റേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. നിലവിൽ 20 പന്തുകളാണ് ശേഷിക്കുന്നത്. 32 റൺസ് കൂടി സ്കോർ ചെയ്യണം. ഇപ്പോൾ വളരെ പെട്ടെന്ന് നല്ലൊരു റണ്ണിംഗ് ആയിരുന്നു. അവിടെ 2 റൺസ് വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഓടിയെടുക്കുന്നു. തിലക് വർമ്മയുടെയും ശിവൻ ദുബെയുടെയും ആ പാർട്ട്ണർഷിപ്പിൽ, ആ കൂട്ടുകെട്ടിൽ വളരെ ഭംഗിയായി റൺ സ്കോർ ചെയ്യാൻ കഴിയുന്നു. സ്ട്രൈക്കുകൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ബൗണ്ടറികൾ പായിക്കുന്നുണ്ട്. എല്ലാം കൂടി വളരെ കൃത്യമായി ഒരു മിഡിൽ ഓർഡറിന്റെ കരുത്ത് എന്താണെന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് തിലക് വർമ്മ പ്രത്യേകിച്ച് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മത്സരത്തിന്റെ കളി വിവരണത്തിനിടെ വഖാർ യൂനിസും വസീം അക്രമും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ കണ്ടുപഠിക്കേണ്ടത് ഇന്ത്യയുടെ മധ്യനിരയാണ്. ഇന്ത്യയുടെ മധ്യനിര പാകിസ്ഥാന്റെ മധ്യനിര പോലെയല്ല എന്നുള്ളതാണ്. എങ്ങനെ ഒരു മത്സരത്തിൽ മുൻനിര വീണാൽ പോലും മധ്യനിരയ്ക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു, കാണിച്ചു കൊടുക്കുന്ന ഒരു മധ്യനിരയാണ് ഇന്ത്യയുടേത് എന്ന് പറയുകയുണ്ടായി. പാകിസ്ഥാന്റെ തന്നെ മുൻതാരങ്ങളായിട്ടുള്ള വഖാർ യൂനിസും ഒപ്പം വസീം അക്രമും പാകിസ്ഥാന്റെ പരിശീലകൻ ഉൾപ്പെടെ അല്പം ടെൻസ്ഡായി തന്നെ അവിടെ നിൽക്കുന്നത് കാണാം. എന്താണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏഷ്യ കപ്പ് ഫൈനലിലേക്ക്, ഇത് ഒരു ലോ സ്കോറിംഗ് ഗെയിം ആയിരിക്കാം, പക്ഷേ ആവേശവും അതിസമ്മർദ്ദവും കൊണ്ട് പിരിമുറുക്കം കൊണ്ട് നിറയുന്ന ഒരു ഏഷ്യ കപ്പ് ഫൈനലായി മാറുന്നു. ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീം പരിശീലകൻ ഉൾപ്പെടെ പിരിമുറുക്കത്തോടുകൂടി അവിടെ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നു. ദുബായിലെ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ടീം നിലവിൽ ജയത്തിന് അരികിലേക്ക് എത്തുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. 19 പന്തിൽ 31 റൺസാണ് ഇന്ത്യൻ ടീമിന് വേണ്ടത്. അതിൽ നെടുനായകത്വം വഹിക്കുന്നത് തിലക് വർമ്മയാണ്. തിലക് വർമ്മ 54 റൺസ് എടുത്ത് പുറത്താകാതെ ക്രീസിൽ നിൽക്കുന്നു. ശിവൻ ദുബെ വളരെ പെട്ടെന്ന് തന്നെ 19 റൺസിലേക്ക് എത്തി. 14 പന്തിൽ സഞ്ജു സാംസണിന് പിന്നാലെ ശിവൻ ദുബെ എത്തി. ശിവൻ ദുബെയും അനായാസം സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ്. സ്ലോവർ ആയിട്ടുള്ള പന്തുകളിലൂടെ കൂടുതൽ വിക്കറ്റ് വീഴ്ത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഈ ഓവറിൽ പോലും കാണാൻ കഴിഞ്ഞത്. ഷഹീൻ ഷാ അഫ്രീദി എറിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ഓവറിൽ. എന്താണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനൽ അത് ആവേശകരമാണ്. സൂപ്പർ 4ലും ഗ്രൂപ്പ് ഘട്ടത്തിലും കണ്ട പാകിസ്ഥാൻ അല്ല ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പാകിസ്ഥാന്റെ ബാറ്റർമാർ അമ്പെ പരാജയപ്പെട്ടു, മുൻനിരയെ മാറ്റി നിർത്തിയാൽ. പക്ഷേ പിന്നീട് ബോളിംഗിൽ പാകിസ്ഥാൻ ഇന്ത്യൻ ബാറ്റർമാരെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവും ക്യാപ്റ്റനും നേരത്തെ ഡോക്ടർ അജിത് കുമാർ സൂചിപ്പിച്ച ഒരു കാര്യം അത് പ്രസക്തമാണ്. ഒരുപക്ഷേ ഈ മത്സരത്തിൽ ഇന്ത്യ കിരീടം നേടിയാൽ അത്രമാത്രം ഉടൻ തന്നെ ഒരു വിമർശനം ഉണ്ടാകില്ല. പക്ഷേ അടുത്ത ടീം സെലക്ഷൻ സംഭവിക്കുമ്പോൾ സൂര്യകുമാർ യാദവിന്റെ കാര്യം തുലാസിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സൂര്യകുമാർ യാദവ് എന്ന ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ഈ ടൂർണമെന്റിൽ അമ്പെ പരാജയപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അമ്പെ പരാജയമായിരുന്നു സൂര്യകുമാർ യാദവിന്റെ ആ തോൽവി ഈ ടൂർണമെന്റിലുടനീളം പ്രകടവുമായിരുന്നു. പക്ഷേ ടീം തുടർച്ചയായി ജയിച്ചു നിന്നു എന്നുള്ളതാണ് ആശ്വാസകരം. അതുകൊണ്ട് തന്നെയാണ് സൂര്യകുമാർ യാദവിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. പക്ഷേ എത്രമാത്രം നാളുകൾ ഈ സൗകര്യം ഇന്ത്യൻ ടീം മാനേജർ നൽകുമെന്നുള്ളത് സംശയകരമാണ്. ഹാർദിക് പാണ്ഡ്യ പരിക്ക് മാറി എത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി 2020 ടീമിന്റെ ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡ്യ മടങ്ങി വരാനുള്ള സാധ്യതയാണ് പൂർണ്ണമായും കാണുന്നത്. 10 റൺസാണ് നിലവിൽ റെക്കോർഡ് റൺ റേറ്റ്. 18 പന്തുകൾ ശേഷിക്കുന്നു. വേണ്ടത് 30 റൺസ്. തിലക് വർമ്മയും ശിവം ദുബെയും ക്രീസിൽ. ഒപ്പത്തിനൊപ്പം നിന്ന് ബാറ്റ് ചെയ്യുന്നുണ്ട് ശിവൻ ദുബെയും തിലക് വർമ്മയും. ഈ മത്സരത്തിൽ ആദ്യം മുതൽ തന്നെ പാകിസ്ഥാന്റെ ബോളർമാരുടെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പ്രകടമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. പാകിസ്ഥാൻ ബോളർമാർ, അത് ഹാരിസ് റൌഫ് ആവട്ടെ അല്ലെങ്കിൽ ഷഹീൻ ഷാ അഫ്രീദി ആവട്ടെ, ഇവരൊക്കെ ഒരു സ്ലോ ബോളുകൾ കൊണ്ട് ഇന്ത്യൻ ബാറ്റർമാരെ കുഴക്കുന്ന പ്രശ്നം, അവർ വീഴ്ത്തിയ കെണിയിലേക്ക് ഇന്ത്യൻ ബാറ്റർമാർ പ്രത്യേകിച്ചും പേരുകേട്ട ഇന്ത്യൻ മുൻനിര വീണു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അതിൽ നിന്ന് കരകയറാൻ ഒരു ഒറ്റയാൾ പ്രകടനം എന്നുള്ള മട്ടിൽ തിലക് വർമ്മ ക്രീസിൽ നിൽക്കുന്നു. ഇപ്പോഴും ക്രീസിൽ തുടരുകയാണ് തിലക് വർമ്മ. 54 റൺസുമായി തിലക് വർമ്മയുടെ ബാറ്റിംഗ് തുടരുകയാണ്. ശിവൻ ദുബെ 21 റൺസുമായി ക്രീസിൽ. തിലക് വർമ്മയ്ക്ക് ഗംഭീരമായിട്ടുള്ള കൂട്ട് നൽകുന്നു. നേരത്തെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു, ആ കൂട്ടുകെട്ടും ശ്രദ്ധേയമായിരുന്നു. 4ാം വിക്കറ്റിൽ 57 റൺസിൻ്റെ ആ കൂട്ടുകെട്ട്, 5-7 57 റൺസിൻ്റെ ആ കൂട്ടുകെട്ടാണ് മത്സരത്തിലേക്ക് ഇന്ത്യയെ മടക്കിക്കൊണ്ടുവന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.